മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സ്മാർട്ട് ആവാൻ പോവുകയാണ്. വരുന്ന 17-ാം തീയതി കേരളത്തിൻ്റെ ആരാധനായിട്ടുള്ള കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യത്തെ കൃഷിഭവനാണ് സ്മാർട്ട് കൃഷിഭവൻ എന്നുള്ള നിലയിലുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കൃഷിഭവൻ കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ പഞ്ചായത്തിലെ 23 വാർഡുകളിലെ 16,000-ലധികം വീടുകളിലേക്ക് അവിടെയുള്ള കൃഷിക്കാർക്ക് കൃഷിയിടങ്ങളിൽ സമൃദ്ധമായി കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും അതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകളും കർഷകർക്ക് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും അവർക്ക് കൃഷി മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും പരിശീലനങ്ങളും അത് കൃഷിയിടത്തിൽ പോയി നമുക്ക് നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് കൃഷിഭവനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ നമുക്ക് മണ്ണ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം, കർഷകർക്ക് അവരുടെ വിളകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നിലയിലേക്ക് നമുക്ക് കൃഷിക്കാരെ സഹായിക്കുന്നതിന്, അതുപോലെ തന്നെ കൃഷിയിലൂടെ ഉപജീവനമാർഗം സ്വീകരിച്ചിട്ടുള്ള കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ കർഷകർക്കുള്ള മറ്റ് സഹായങ്ങളെല്ലാം അവർക്ക് അവരുടെ കൃഷി രജിസ്ട്രേഷനുകൾ, അതുപോലെ തന്നെ കർഷകരുടെ രജിസ്ട്രേഷനുകൾ, കൃഷിയിടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വിളകളാണ് ഏതെല്ലാം സമയത്താണ് ഇറക്കേണ്ടത്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും ഒരു കർഷകന് തൻ്റെ കൃഷിയിടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണോ പരീക്ഷിക്കാൻ കഴിയുക അതിനെല്ലാം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മുടെ സ്മാർട്ട് കൃഷിഭവനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം ജൂലൈ 17 വ്യാഴാഴ്ച നടക്കും. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. പി ചിത്രരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത എന്നിവർ പ്രസംഗിക്കും. കർഷകരുടെ വിളകളിലെ കീടരോഗബാധകളെ തിരിച്ചറിയുന്നതിനും പ്രതിവിധികൾ സ്വീകരിക്കുന്നതിനുമായി പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, ജൈവനിയന്ത്രണ ഉപാധികൾ വിതരണം ചെയ്യാൻ ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷ നൽകൽ, വിവരങ്ങൾ അറിയാൻ വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താൻ സജ്ജമാക്കിയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ്, കാർഷിക ലൈബ്രറി, കർഷകർക്ക് പരിശീലനം നൽകാൻ സജ്ജമാക്കിയിട്ടുള്ള ട്രെയിനിംഗ് ഹാൾ തുടങ്ങിയ സേവനങ്ങളാണ് സ്മാർട്ട് കൃഷിഭവനിൽ നിന്നും ലഭ്യമാകുക. കീടരോഗത്തെ വിളകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃഷിയിടത്തിൽ തന്നെ പരിഹരിച്ചു കൊണ്ടുപോവുക, അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മൾ ബയോ ഫാർമസി എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിൽ കീടരോഗ കുമിൾനാശിനികളായിട്ടുള്ള ജൈവമായിട്ട് കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് പരിശോധിച്ച് കർഷകർക്ക് വിതരണം ചെയ്യാവുന്നൂടെ എൻ്റെ കൂടെ കൊടുക്കുന്നതോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമുക്കിതിനകത്ത് വരുന്ന ഫ്രണ്ട് ഓഫീസ് സംവിധാനങ്ങൾ, പരിശീലനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ, അങ്ങനെ കൃഷിയെയും കർഷകരെയും കുറച്ചുകൂടെ ആ ഒരു മേഖലയിലേക്ക് പിടിച്ചിരുത്താനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനകത്തേക്ക് വന്നത്. ഞങ്ങളുടെ കൃഷിഭവനെ സ്മാർട്ടായി പ്രഖ്യാപിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ കൃഷിയും കർഷകരും സ്മാർട്ടായി എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 5ാമത്തെ പദ്ധതിയാണ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ 5 വർഷക്കാലം കൊണ്ട് കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് നൽകിയത്. ഏതാണ്ട് 2.5 കോടി രൂപയ്ക്കധികം പഞ്ചായത്ത് തന്നെ കാർഷിക മേഖല ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഇതിനോടകം വിനിയോഗിച്ചുകൊണ്ടിരിക്കും. 2.5 കോടി രൂപ.